ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫായിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റത്തിലെ എക്സസൈസ് 1.1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് 0 എ റേഷണൽ നമ്പർ? 0 റേഷണൽ നമ്പർ ആണോ എന്ന് ചോദിക്കുന്നു. രണ്ടാമത്തത്, ക്യാൻ യു റൈറ്റ് ഇൻ ദ ഫോം P/Q? P/Q ഫോമിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വിചാരിച്ചോ, ഈസ് 2/3 എ റേഷണൽ നമ്പർ? നമ്മൾ യെസ് എന്ന് പറയില്ലേ പെട്ടെന്ന്, കാരണം ഇത് P/Q ഫോമിലാണ്. അടുത്തത്, ഈസ് 5 എ റേഷണൽ നമ്പർ? കുറച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കുറച്ച് കുട്ടിക്ക് മനസ്സിലാവും. കുറച്ച് കുട്ടികൾ വിചാരിക്കും ഇത് നാച്ചുറൽ നമ്പർ അല്ലേ. കുട്ടികളെ എല്ലാ നാച്ചുറൽ നമ്പർ എന്താണ്? റേഷണൽ നമ്പേഴ്സാണ്. എല്ലാ ഇൻറ്റീജേഴ്സും റേഷണൽ നമ്പേഴ്സാണ്. കാരണം ഈ നാച്ചുറൽ നമ്പർ 5നെ നമുക്ക് എന്ത് എഴുതാം? 5/1 എഴുതാം. അപ്പോൾ 5 ആരാണ്? റേഷണൽ നമ്പറാണ്. അതുപോലെ തന്നെ നമുക്ക് 0നെ എന്തായിട്ട് എഴുതാം? 0/1. അപ്പോൾ 0 ആരാണ്? റേഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? യെസ്, 0 ഈസ് എ റേഷണൽ നമ്പർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഇതിന് P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന ചോദ്യം. നമുക്ക് എന്ത് എഴുതാം? യെസ്, 0 ക്യാൻ ബി റിട്ടൺ ആസ് 0/1, 0/2 എക്സെട്ര. നമുക്കങ്ങനെ എഴുതാം. അതുകൊണ്ട് ഇത് എന്താണ്? ഇത് റേഷണൽ നമ്പറുമാണ്. ഇതിനെ നമുക്ക് P/Q ഫോമിലും എഴുതാം. ഇങ്ങനെ പല ക്വസ്റ്റ്യനും എക്സാമിന് തിരിച്ചും മറിച്ചും വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർട്ട് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ചാർട്ട് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ സെൻറ്ററിൽ ആരാ വരുന്നത്? നാച്ചുറൽ നമ്പർ അല്ലേ. നാച്ചുറൽ നമ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്? 1 2 3 4 എന്ന് വരുന്നത് അല്ലേ. രണ്ടാമത് വരുന്നത് ഹോൾ നമ്പറാണ്. അപ്പോൾ ഹോൾ നമ്പർ എന്താണ്? ഈ 0 പ്ലസ് നാച്ചുറൽ നമ്പറാണ് ഹോൾ നമ്പർ. 0 ഉണ്ടാവും. എല്ലാ നാച്ചുറൽ നമ്പറും ആരാണ്? ഹോൾ നമ്പറാണ്. എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറാണോ? അല്ല. 0 എന്താണ്? 0 എന്ന് പറയുന്നത് ഹോൾ നമ്പറാണ്. ഓക്കെ. ഇനി അടുത്തത് അതിൻ്റെ മൂന്നാമത്തെ വരുന്നതാണ് ഇൻറ്റീജേഴ്സ് അല്ലേ. ഈ നാച്ചുറൽ നമ്പറും അതുപോലെ ഹോൾ നമ്പറും പിന്നെ നെഗറ്റീവ് നമ്പേഴ്സും, ഇത് മൂന്നും കൂടി ചേർന്നാലാണ് ആര് വരിക? ഹോൾ നമ്പർ വരിക. ഓക്കെ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്ന് ആരുണ്ട്? ഇൻറ്റീജേഴ്സ് വരും. ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇൻറ്റീജേഴ്സിൽ ആരൊക്കെയുണ്ട്? എല്ലാ ഹോൾ നമ്പറും ഇൻറ്റീജറാണ്, എല്ലാ നാച്ചുറൽ നമ്പറും ഇൻറ്റീജറാണ്, കൂടാതെ മൈനസ് നമ്പേഴ്സും ഇൻറ്റീജറിൽ വരും. ഓക്കെ. അപ്പോൾ എല്ലാ ഹോൾ നമ്പറും ഇൻറ്റീജറാണോ? യെസ്, അതെ. എല്ലാ നാച്ചുറൽ നമ്പറും ഇൻറ്റീജറാണോ? യെസ്, അതെ. എല്ലാ ഇൻറ്റീജറും നാച്ചുറൽ നമ്പറാണോ? അല്ല. കാരണം ഈ മൈനസ് നമ്പർ ഇൻറ്റീജറിലേ ഉള്ളൂ, നാച്ചുറൽ നമ്പറിലില്ല. തിരിച്ചും മറിച്ചും വരും. ഈ ചാർട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത സെക്ഷനാണ് റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷണൽ നമ്പറിൽ എല്ലാം പെട്ടു. ആരൊക്കെ പെട്ടു? നാച്ചുറൽ നമ്പർ പെട്ടു, അതുപോലെ ഹോൾ നമ്പർ പെട്ടു, അതുപോലെ ഇൻറ്റീജറും അതിൽ വന്നു. ഇവയെല്ലാം കൂടിയിട്ട് ഉള്ളതാണ് ആര്? റേഷണൽ നമ്പർ. റേഷണൽ നമ്പറിൽ കൂടാതെ ഇങ്ങനെയുള്ള P/Q ഫോമിലുള്ള നമ്പറും ഉണ്ടാവും. 2/3, 3/3, 5 എന്നൊക്കെ പറയുന്ന നമ്പറും ഉണ്ടാവും. അപ്പോൾ റേഷണൽ നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ ആകത്തുകയാണ്. ഓക്കെ. അതിൽ നാച്ചുറൽ നമ്പറുണ്ട്, പിന്നെ ആരുണ്ട്? ഹോൾ നമ്പറുണ്ട്, പിന്നെ ആരുണ്ട്? ഇൻറ്റീജറുണ്ട് അല്ലേ. എല്ലാം കൂടിയുണ്ട്. എല്ലാ ഇൻറ്റീജേഴ്സും റേഷണൽ നമ്പറാണ്. എല്ലാ ഹോൾ നമ്പറും റേഷണൽ നമ്പറാണ്. എല്ലാ നാച്ചുറൽ നമ്പറും റേഷണൽ നമ്പർ ആണ്. പക്ഷേ എല്ലാ റേഷണൽ നമ്പറും നാച്ചുറൽ നമ്പറാണോ? അല്ല. ഇതൊന്നും നാച്ചുറൽ നമ്പറല്ല. എല്ലാ റേഷണൽ നമ്പറും ഹോൾ നമ്പറാണോ? അല്ല. ഇതൊന്നും ഹോൾ നമ്പറല്ല. എല്ലാ റേഷണൽ നമ്പറും ഇൻറ്റീജറാണോ? അല്ല. കാരണം എന്താണ്? ഈ നമ്പേഴ്സൊന്നും അതിൽ വരുന്നില്ല. പക്ഷേ എല്ലാ നാച്ചുറൽ നമ്പറും എല്ലാ ഹോൾ നമ്പറും എല്ലാ ഇൻറ്റീജറും ആരാണ്? റേഷണൽ നമ്പറാണ്. ഓക്കെ. ഈ ചാർട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിടികിട്ടും ഏതിൻ്റെ ഉള്ളിലാണ് വരുന്നത് എന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നൂടെ? ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് 6 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4 അല്ലേ. എന്താ സംഭവം? 3ൻ്റെ 4ൻ്റെ ഇടയിൽ 6 റേഷണൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്നറിയോ? അതായത് ഒരു വര വരച്ചു തരാം.
ആ വര കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇപ്പോൾ 3 ഇൻറ്റും ഇത് 3 ആണ്, 4 ആണ് അല്ലേ. ഇതിനിടയിൽ 6 റേഷണൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിനിടയിൽ എവിടെയാണ് 6 റേഷണൽ നമ്പർ ഉള്ളത്? ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിന് നമുക്ക് ജസ്റ്റ് 3നെ 3/1 എഴുതി കൂടെ? 3/1, 4നെ 4/1 അതല്ലേ. എന്തും കുഴപ്പമുണ്ടോ? ഇല്ല. 3/1 ഇൻറ്റു 4/1ൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു റേഷണൽ നമ്പർ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് വീണ്ടും ഇതിനെ മാറ്റി എഴുതി കൂടെ? 3നെ നമുക്ക് 3/1നെ നമുക്ക് 3 ഇൻറ്റു 10, ഇതിന് നമുക്ക് 1 ഇൻറ്റു 10 എഴുതാം. ഓക്കെ. ഇത് നമുക്ക് 4/1നെ 4 ഇൻറ്റു 10, 1നെ 1 ഇൻറ്റു 10. അപ്പോൾ ഇതെന്തായെന്ന് അറിയോ? 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 30/10. 3 ഇൻറ്റു 10 30, 1 ഇൻറ്റു 10 10. ഇനി അടുത്തത് 4 ഇൻറ്റു 10 40, അതുപോലെ 1 ഇൻറ്റു 10 10. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഇതിനിടയിൽ നമുക്ക് എത്ര നമ്പർ കിട്ടി? ഇഷ്ടംപോലെ നമ്പർ ഉണ്ട് അല്ലേ. ഏതൊക്കെ നമ്പർ ഉണ്ട്? 31/10 ഉണ്ട്, പിന്നെ 32/10, 33/10, ഇഷ്ടംപോലെ നമ്പർ കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് 6 നമ്പർ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മളൊന്നും ഇല്ല വിചാരിക്കും, പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ നമ്പർ. ഇതിന് വേറെയും മെത്തേഡ് ഉണ്ട് കേട്ടോ. അതേതാ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 6 നമ്പറല്ലേ വേണ്ടു. അപ്പോൾ നമുക്ക് 3/1നെ നമുക്ക് എന്ത് ചെയ്യുക? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3/1നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പം എത്ര കിട്ടും? 21/7 കിട്ടും അല്ലേ. ഇനി 4/1 നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 28/7 കിട്ടും അല്ലേ. അപ്പോൾ 21/7ൻ്റെയും 28/7ൻ്റെയും ഇടയിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്പർ 6 നമ്പർ കൃത്യമായിട്ട് കിട്ടും. 22/7, 23/7, 24/7, അങ്ങനെ 27/7 വരെ കിട്ടും അല്ലേ. 6 നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി 6 നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ മേലെയും താഴെയും നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതെന്താ 7 എന്ന് പറഞ്ഞാൽ? ഇവിടെ നമുക്ക് 6 നമ്പറല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് ഈസിയസ്റ്റ് വേ അത് നോക്കിയിട്ട് എടുക്കാം. നമ്മളിവിടെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ 3 ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എന്ത്? 3 ഈക്വൽ ടു എത്രയാണ്? 21/7 അല്ലേ. ഇനി 4 ഈസ് ഈക്വൽ ടു ഏത് നമ്പർ ബൈ 7 ആണ് 4? 28/7. എന്താണ് ഈ 7 എന്ന് മനസ്സിലായില്ലേ? 6 നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. 6 നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ 7 എടുക്കണം. ഇനി നമുക്ക് 7 നമ്പർ ആയിരുന്നു കിട്ടണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 8 എടുക്കണം. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ 7 വരണമെങ്കിൽ നമുക്ക് 3 ആൻസർ കിട്ടണ്ടേ. 21/7 ആണ് എത്ര? 3. 28/7 ആണ് എത്ര? 4. ഓക്കെ. ഇനി ഇതിനിടയിലുള്ള 6 rational numbers are 22/7, 23/7, 24/7, 25/7, 26/7, 27/7. 6 റേഷണൽ നമ്പർ കിട്ടിയില്ലേ. ഇത് നമുക്ക് 2 മെത്തേഡും യൂസ് ചെയ്യാം. ഈ മെത്തേഡ് മാത്രമല്ല, നമ്മൾ 3നും 4നും നമുക്ക് എന്തായിട്ട് ഏതാണെന്നറിയോ? ആ രണ്ടാമത്തെ മെത്തേഡാണ്. ഇത് ഒന്നാമത്തെ മെത്തേഡ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യാം. 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 30/10. 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 40/10. അതായത് 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. 3 × 10 30, 3 × 10 30, 1 × 10 10, 4 × 10 40, 1 × 10 10.
അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമുക്കിതിനിടയിൽ 6 rational numbers are 31 by 10, 32 by 10, 33 by 10, 34 by 10, 35 by 10, 36 by 10. 6 നമ്പർ കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് മുകളിലും കിട്ടി, ഈ മെത്തേഡിൽ നമുക്ക് ആൻസർ കിട്ടി. ഈ മെത്തേഡിൽ എത്ര കിട്ടിയ 22/7, 23/7, 24/7 അങ്ങനെ കിട്ടി അല്ലേ? ആക്ച്വലി ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സ് വരുന്നത് 3ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള നമ്പറായത് കേട്ടോ. 3ൻ്റെയും 4ൻ്റെ ഇടയിൽ നമ്പറാണ്. നമ്മൾ 22/7 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? ഏകദേശം 3.1 അങ്ങനെ കിട്ടുക. 23/7 എന്ന് പറഞ്ഞാൽ 3.12 അങ്ങനെ കിട്ടുക. ഓക്കെ, അതേപോലെ ഈ നമ്പേഴ്സ് നമ്മളിപ്പോൾ രണ്ടാമത് കണ്ടുപിടിച്ച ഈ ആൻസറും സെയിം തന്നെയാണ്. 3ൻ്റെയും 4ൻ്റെയും ഇടയിൽ വരിക. 31/10 എന്ന് പറഞ്ഞാൽ 3.1, 32/10 എന്ന് പറഞ്ഞാൽ 3.2, 33/10 എന്ന് പറഞ്ഞാൽ 3.3. ഓക്കെ, ഇതെല്ലാം 3ൻ്റെയും 4ൻ്റെ ഇടയിൽ വരുന്നത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി ആണ്. ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഒന്നുകിൽ നമുക്ക് ഈ 3നെ 30/10 എന്നുള്ള ഫോമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 21/7 എന്നുള്ള ഫോമിലേക്ക് മാറ്റാം. രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കൃത്യമായിട്ട് 6 നമ്പർ കിട്ടണമെങ്കിൽ എത്ര നമ്പറാണോ ഇവിടെ തന്നിട്ടുള്ളത്, അതിനേക്കാൾ 1 കൂട്ടിയിട്ട് ഡിനോമിനേറ്റർ എടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിനൊരു 6 നമ്പർ ആയതുകൊണ്ട് 10ൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ ഇവിടെ 10 കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 10 കൊടുത്താൽ നമുക്ക് 9 നമ്പർ കിട്ടും. 7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 നമ്പർ കൃത്യമായി കിട്ടും. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? എന്തൊക്കെ സംശയമുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനുമായി കാണാം. എക്സസൈസ് 1.1ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് 5 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 റേഷണൽ നമ്പർ ബിറ്റ്വീൻ 3/5 ആൻഡ് 4/5. അപ്പോൾ നമ്മൾ 3/5നും 4/5നും ഇടയിൽ 5 റേഷണൽ നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? ആദ്യം ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ. 3/5ൻ്റെയും നല്ലൊരു വര വരച്ചാലോ? യെസ്, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഒരു വരക്ക അല്ലേ? 3/5ൻ്റെയും 4/5ൻ്റെയും ഇടയിൽ 5 റേഷണൽ നമ്പർ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനിടയിൽ ഇപ്പോൾ ഒരു റേഷണൽ നമ്പർ കാണുന്നില്ലല്ലോ. 3/5 കഴിഞ്ഞാൽ പിന്നെ 4/5 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ നമുക്ക് 5 റേഷണൽ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയോ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇൻറ്റു 6. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 × 6 = എത്രയാണ്? 18 അല്ലേ? 18/5 = 30. അപ്പോൾ ഇവിടെ എത്ര കിട്ടിയ? 4 × 6 = 24, 24/5 = 30. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് നമ്പർ കിട്ടി അല്ലേ? 18/30 കഴിഞ്ഞാൽ 19/30, 20/30, 21/30, 22/30, 23/30 അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 5 നമ്പർ കിട്ടി. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്യുന്നതാണെന്നുണ്ടല്ലോ, അതെന്താ സംഗതി? അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും. 3/5നെ നമ്മൾ 10 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. 3 × 10, 5 × 10 ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നോട്ട്ബുക്കിൽ 30/50, അതുപോലെ 4/5നെ 40/50 എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ഇതിനിടയിൽ 9 നമ്പർ കിട്ടും. ഓക്കെ, നമ്മളിവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 നമ്പർ കിട്ടി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 9 നമ്പറുകൾ അതിനിടയിൽ കിട്ടും. പക്ഷേ നമുക്കിവിടെ എത്ര ആവശ്യമുള്ളൂ? നമുക്കിവിടെ 5 നമ്പറേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും യാതൊരു മിസ്റ്റേക്കും അതിലില്ല. പക്ഷേ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം ഇതാണ്. 5 നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 6 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എന്ത്? 3/5 =
രണ്ടിന് നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 6 കൊണ്ട് അല്ലേ, 5 നമ്പർ വേണ്ടതുകൊണ്ട് 6 കൊണ്ട് ഈസ് ഈക്വൽ ടു 18/30. ഇത് നമ്മൾ 4/5 ഈസ് ഈക്വൽ ടു ഏതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും? 6 കൊണ്ട് തന്നെ അല്ലേ. 6 ഈക്വൽ ടു 24/30. So 5 rational numbers are 5 rational numbers are ഏതൊക്കെയാണ് വരുന്നത്? 19/30 നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. 20/30, 21/30, 22/30, 23/30. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചില്ലേ? ഓക്കെ. എക്സസൈസ് 1.1 നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ശരിയാണോ തെറ്റാണെന്ന് പറയാൻ വേണ്ടു. ഗീവ് റീസൺ ഫോർ യുവർ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എന്താണ് നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 ഇങ്ങനെ പോകുന്നില്ല അല്ലേ. ഇത് നമുക്ക് ഹോൾ നമ്പർ എന്താണെന്ന് നോക്കാം. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 1, 2 ഇങ്ങനെ പോകുന്നല്ലേ. ഇനി ഇൻറ്റീജർ എന്താണെന്നും കൂടി നോക്കാം. ഇൻറ്റീജർ -3, -2, -1, 0, 1, 2 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറാണ് എന്ന് പറയുന്നത്. ശരി തന്നെയല്ലേ? എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. റീസൺ എന്താണ്? ഹോൾ നമ്പർ കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് 0. അത് നിങ്ങൾ എഴുതിക്കോട്ടോ. ഇനി രണ്ടാമത്തത് എവറി ഇൻറ്റീജർ ഈസ് എ ഹോൾ നമ്പർ. എല്ലാ ഇൻറ്റീജറും ഹോൾ നമ്പറാണെന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? നോക്കിയേ, ഈ -3, -2, -1 എന്ന് പറയുന്നത് ഹോൾ നമ്പറിലുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാ ഇൻറ്റീജറും എന്തല്ല? ഹോൾ നമ്പർ അല്ല. രണ്ടാമത്തത് ഫോൾസ് ആണ്. കാരണം റീസൺ എന്താണ്? മൈനസ് നമ്പേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹോൾ നമ്പേഴ്സ്. മൈനസ് നമ്പേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹോൾ നമ്പേഴ്സ്. ഇനി മൂന്നാമത്തെ നോക്കിക്കേ. എവറി റേഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എല്ലാ റേഷണൽ നമ്പറും ഹോൾ നമ്പറാന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റേഷണൽ നമ്പർ എഴുതിയിട്ടില്ല, നമുക്കിപ്പോൾ എഴുതാം. എവറി റേഷണൽ നമ്പർ എന്ന് പറയുന്നത് എല്ലാ നമ്പറും വരും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 2/3, -5/7 അങ്ങനെ പല നമ്പറും വരും അല്ലേ. ഈ P/Q ഫോമിലുള്ള എവറി റേഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എല്ലാ റേഷണൽ നമ്പറും ഹോൾ നമ്പറാന്ന് പറയും. നമുക്കറിയാം ഈ നമ്പറൊന്നും എന്തല്ല? ഹോൾ നമ്പർ അല്ല. കാരണം ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെയുള്ള നമ്പറാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആണ്. എന്ത്? എല്ലാ റേഷണൽ നമ്പറും എന്തല്ല? ഹോൾ നമ്പർ അല്ല. ഇതിന് ഫാൾസ് ആണ്. എക്സാമ്പിൾ അതിൻ്റെ റീസൺ കൊടുക്കാം. ദ നമ്പേഴ്സ് ലൈക്ക് 2/3, 5/7 ആർ നോട്ട് ഹോൾ നമ്പേഴ്സ് ബട്ട് ദേ ആർ റേഷണൽ നമ്പേഴ്സ്. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാൻ ഒരു ചാർട്ട് തന്നിട്ടില്ലേ, ഒരു സർക്കുലർ ഫോമിലുള്ള, അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം. ബൈ.